ഇന്ന് സൺഡേ ആയിട്ട് ഞാനിന്നിവിടെ ഒരു മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ടൊമാറ്റോ, പച്ചമുളക്, തൊണ്ടമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൊടി, ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ മട്ടൺ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഇഞ്ചി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഗമ്പയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 തൊണ്ടമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കൂടെ ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരുന്നതിന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. സവാള വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒതുക്കിയ ശേഷം ഒരു 4-5 വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കറി മസാല കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മട്ടൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. മട്ടൻ നമ്മളൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് സിമ്മിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ബിരിയാണി റൈസ് കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. റൈസിലേക്ക് ഇടാനായിട്ട് ഞാനിവിടെ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ഒരു ജാതിപത്രി, ഒരു 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, ഒരു തക്കോലം, ഇത്രയാണ് ഇതിലേക്ക് ഇടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മസാല. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് റമ്പയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 തൊണ്ടമുളക് കൂടെ ഇട്ട് കൊടുക്കാം. സവാള എല്ലാം വശങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി അളന്ന് വെച്ച അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിക്കാം. ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുപ്പ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. നമുക്കിതൊന്ന് ദം ഇടാം. അതിനായിട്ട് നേരത്തെ മസാല ഇട്ട് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് ഈ ചോറൊന്ന് മാറ്റി കൊടുക്കാം. ചോറ് മുഴുവനായിട്ട് തന്നെ നമ്മളിതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാഷ്നട്ടും മുന്തിരിയും സവാളയും വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് സിമ്മിൽ വെച്ചൊന്ന് വേവിക്കാം. മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.